കളർ തെറാപ്പി ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളേവരും കളർ തെറാപ്പിയുടെ ക്ലാസ് കേൾക്കാനായി ക്ഷമയോടുകൂടി ഇരിക്കുകയാണ് എന്നറിയാം. കളർ തെറാപ്പിയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇനി അത് ഇവിടെ ആവർത്തിക്കുന്നില്ല, കാരണം വീഡിയോ നീണ്ടുപോയി കഴിഞ്ഞെന്നുണ്ടെങ്കിലും പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് പരമാവധി വീഡിയോ ഷോർട്ടാക്കാനാണ് ഞാൻ നോക്കുന്നത്. ശ്രമിക്കാം, എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ശ്രമിക്കാം. എനിവേ, നമ്മൾ ഇന്ന് കൂടുതൽ പേര് സ്ത്രീകളായതിൻ്റെ പേരിൽ ഈ വീഡിയോ കാണുന്നത് കൂടുതലും സ്ത്രീകളായതിൻ്റെ പേരിൽ തന്നെ നമ്മൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. മെൻസസുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി പേര് വയറുവേദനയും മറ്റും അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ധാരാളം അമ്മമാർ പെൺകുട്ടികളുമായിട്ട് വരുന്നു, അവർക്ക് വയറുവേദനയാണ് എന്ന് പറയുന്നു. അപ്പോൾ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾക്കോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കും ഉണ്ട് വയറുവേദന. അത് പിന്നെ കുഴപ്പമില്ല, അത് ഉള്ളതാണല്ലോ, അതുള്ളതാണ്. കുട്ടികൾക്ക് വരുമ്പോൾ മാത്രമുള്ള കൺസേൺ. അപ്പോൾ അങ്ങനെയല്ല, ആർക്കും വയറുവേദന എന്നുള്ള വയറുവേദന തന്നെയാണ്. ആ വയറുവേദന മാറ്റണം. ഇവിടെ എന്തുകൊണ്ടാണ് വയറുവേദന വരുന്നത്, ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. വയറുവേദന വരാനുള്ള കാരണം പലതാണ്. ഒന്ന്, ഈ ഓർഗനിലേക്ക്, നമ്മുടെ സെക്സ്വൽ ഓർഗനിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ഒരു ഓർഗൻ ഉണ്ട്. ആ ഓർഗൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുക. രണ്ടാമത്തത്, ഈ യൂട്രസുമായി ബന്ധപ്പെട്ട യൂട്രസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗൻ ഉണ്ട്, അതിനെ കിഡ്നി എന്നാണ് പറയുന്നത്. ആ കിഡ്നി ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാതിരിക്കുക. മൂന്ന്, ഈ ആളുടെ ശരീരത്തിൽ മൊത്തത്തിൽ ബ്ലഡ് ഉണ്ടാവാതിരിക്കുന്ന ഒരവസ്ഥ, ആരോഗ്യം ശരിയായ രീതിയിൽ അല്ലാത്തൊരവസ്ഥ. നാല്, ഹോർമോൺ ചേഞ്ചസ്, ഏതെങ്കിലും തരത്തിലുള്ള ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, വളരെ എമർജൻസി ആയിട്ട്, ഈ വീഡിയോ ഇത്തിരി നീണ്ടു പോകുന്നുണ്ട് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി തന്നെ പോകണം. എന്നിരുന്നാൽ മാത്രമാണ് ലാസ്റ്റ് എല്ലാവരും ചെറുതിനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞിട്ട് അവസാനം കാണുന്ന കളർ തെറാപ്പി വേഗം എടുത്ത് ഇടാനുള്ള ഒരുക്കത്തിലാണ് പലരും. സമയമില്ലേ? അപ്പോൾ അങ്ങനെ പോയി കളർ തെറാപ്പി ഇട്ട് കഴിക്കുന്നെങ്കിൽ അവർക്ക് മാറൽ മാറും, പക്ഷെ വീണ്ടും വരും. അപ്പോൾ വീണ്ടും ഇടേണ്ടി വരും. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. നേരെ മറിച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ട് അത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. പക്ഷേ അതിന് ഞാൻ ഈ പറയുന്നത് മുഴുവനായിട്ട് കേൾക്കണം. അത് ഉണ്ടാവാനുള്ള കാരണത്തെ ആദ്യം നിർത്തണം. അതിന് ഞാൻ ഈ പറഞ്ഞ ഹോർമോൺ ചേഞ്ചസ്, എങ്ങനെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകും. നമ്മൾ കോഴി കഴിക്കുന്നുണ്ടെങ്കിൽ, ബ്രോയിലർ കോഴി കേട്ടോ, സാധാരണ കോഴിയല്ല, ബ്രോയിലർ കോഴി കഴിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രോയിലർ കോഴി അതിൽ ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. ആ ഹോർമോൺ നമ്മളുടെ ശരീരത്ത് ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ ഈ സാധനങ്ങളുടെ അമിതമായ കൂടുതലായിട്ട് വരുന്ന അവസ്ഥ, അതിലേക്ക് കുറഞ്ഞു പോകുന്ന അവസ്ഥ, ഇതൊക്കെയാണ് നമ്മളുടെ ഹോർമോൺ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ യൂട്രസിനെ അല്ലെങ്കിൽ സെക്സ്വൽ ഓർഗൻസിനെ ബാധിക്കും. ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ട് ബ്ലീഡിങ് നടക്കാത്ത അവസ്ഥ വരും. അപ്പോൾ സ്റ്റെയിൻ പോലത്തെ ഒരു അവസ്ഥ വരും. അത് മാത്രമല്ല, വയറിൻ്റെ അടിവശം മസിൽ ക്രാമ്പിങ് ഉണ്ടാവും. ഇതാണ് പെയിനായിട്ട് വരിക. ചിലവർക്ക് ബ്ലീഡിങ്ങോട് കൂടിയിട്ടായിരിക്കും പെയിൻ ഉണ്ടാവുക, ചിലവർക്ക് ബ്ലീഡിങ് ഇല്ലാത്ത പെയിൻ വരും. അപ്പോൾ ബ്ലീഡിങ് ഇല്ലാത്ത പെയിനാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് ബ്ലീഡിങ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേദന കുറയും. ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പ്രോപ്പറാക്കുക. കിഡ്നി ആണ് നമ്മളുടെ സെക്സ്വൽ ഓർഗനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ സെക്സ്വൽ ഓർഗനെ കൺട്രോൾ ചെയ്യുന്ന ആ ഓർഗൻ നല്ല രീതിയിൽ ഇരുന്നാലാണ് ഇവരെ കൺട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ, അല്ലേ? അപ്പോൾ ആ ഓർഗൻ ക്ലിയർ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ആൽക്കലി ബേസിലാണ് അത് നിൽക്കേണ്ടത്. ആൽക്കലി ബേസിൽ നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഉപദ്രവിക്കാതിരിക്കണം. അതിന് ഉപദ്രവിക്കുന്നത് എങ്ങനെ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയാണ് അതിന് ഉപദ്രവിക്കുന്നത്. ചൂടാക്കിയ എണ്ണ, ഗരം മസാല, ചുമന്ന മുളക്, ബ്രോയിലർ കോഴി, പിന്നെ നമ്മൾ കോള, സോഡ പോലുള്ള സാധനങ്ങൾ കഴിക്കുന്നത്, ഇതെല്ലാം തന്നെ കിഡ്നിയുടെ ആൽക്കലി ബേസിൽ നിന്നും മാറി അസിഡിക് ബേസിലേക്ക് പോകും. അങ്ങനെ വരുമ്പോഴാണ് കിഡ്നിയിൽ യൂറിക് ആസിഡ്, ആൽബമിൻ യൂറിയ, ക്രിയാറ്റിൻ, അതേപോലെ കിഡ്നി സ്റ്റോൺ, ഇതുപോലെ കിഡ്നിയിൽ ഉണ്ടാകുന്ന സിസ്റ്റുകൾ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഇതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് മറ്റുള്ള ഓർഗനെയും, അതായത് ഈ കിഡ്നിയുടെ കൺട്രോളിൽ നിൽക്കുന്ന വേറെ കുറച്ച് ഓർഗൻസ് ഉണ്ട്, ആ ഓർഗനും കംപ്ലൈൻറ്റ് വരും. ഉദാഹരണത്തിന് ചെവി കേൾക്കാൻ പറ്റാതെ, ചെവിയിൽ ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ, തലമുടി കൊഴിഞ്ഞു പോകുക, എല്ലുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സെക്സ്വൽ ഓർഗൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, യൂറിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കിഡ്നിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ
ആദ്യം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ കളർ ഇടേണ്ടത്. അങ്ങനെ കളർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രശ്നത്തിൽ നിന്നും ഒരു പരിധിവരെ മാറി നിൽക്കാൻ കഴിയും. വയറുവേദന ഇല്ലാതെ ഒരു പീരിയഡ് നടക്കുമ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റ് ഒരാണ് ഇവിടെ പറഞ്ഞു, എനിക്ക് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം എനിക്കിപ്പോൾ പീരിയഡ് ഉണ്ടാകുമ്പോൾ എനിക്ക് പെയിൻ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പെയിൻ ഇല്ല, അതിനുശേഷമാണ് പുള്ളിക്കാർക്ക് ഇവിടെ പഠിക്കാൻ വന്നത് തന്നെ. അങ്ങനെ മാറിയതിന് ശേഷമാണ് ഇവിടെ പഠിക്കാൻ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായി ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ പെയിൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഞാനത് കളർ തെറാപ്പി ഇവിടെ കാണിച്ചു തരികയാണ്. ഇവിടെ കളർ ഇടേണ്ട വിധം പിക്ചറിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ കളർ ഇടുക, നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അത് മാത്രമല്ല, ഇത് പലർക്കുമായിട്ട് ഉപകാരപ്പെടുത്തേ. ഞാൻ പഠിച്ച ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളത് മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അവരിലേക്ക് എത്തിക്കുക, അവരും അറിയട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വേറൊരു ദിവസം വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.